റിപ്പോർട്ട് ബ്രേക്കിംഗ്. തിരുത്തിയില്ലെങ്കിൽ നിയമസഭയിൽ തിരിച്ചടിയാകുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറി MA ബേബി അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് കേരളത്തെ സംബന്ധിച്ച ആശങ്ക രേഖപ്പെടുത്തുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് വലിയ തോൽവിയാണ്. രാഷ്ട്രീയ സംഘടനാ ദൗർബല്യങ്ങൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ദൗർബല്യങ്ങൾ അതിവേഗം പരിഹരിക്കാനായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകും. ഇനിയുള്ള 3 മാസം വിവാദങ്ങളിൽ പെടരുത്. ജാതി മത സംഘടനകൾ അകലുന്ന പ്രസ്താവനകൾ നേതാക്കൾ നടത്തരുതെന്നും നിർദ്ദേശിക്കുന്നു. മനീഷ് മഹിപാലും ഋഷിപാലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് സംസ്ഥാന സമിതി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ്. അത്തരമൊരു പരാമർശം നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. ഇനിയുള്ള 3 മാസം നിർണായകമാണ്. വിവാദ പ്രസ്താവനകളിലൂടെ ആ സാധ്യത കളയരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഘടനാ ദൗർബല്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു എന്നാണോ കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ? മനീഷ്. ഡോക്ടർ അരുൺ, ഇവിടെ ഇന്ന് 85 പ്രതിനിധികൾ പങ്കെടുക്കുന്ന PB യോഗം ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ജനറൽ സെക്രട്ടറി MA ബേബി രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ രാഷ്ട്രീയ റിപ്പോർട്ടിലും മറ്റ് ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഇപ്പോഴും രാഷ്ട്രീയമായി പ്രതികൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പാർട്ടിക്കുണ്ടായ അതേ ന്യൂനതകൾ അതിപ്പോഴും പരിഹരിക്കപ്പെടാതെ തന്നെ നിലനിൽക്കുന്നു. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി PB മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മുൻപിലോട്ടുള്ള 3 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങാൻ പാടില്ല. ഒപ്പം തന്നെ പാർട്ടിയിൽ നേതാക്കൾ, അത് മുതിർന്ന നേതാക്കളെന്നോ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന വളർന്നു വരുന്ന നേതാക്കളൊന്നും ഇല്ല, അവർ സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന ഓരോ പരാമർശങ്ങളും വളരെ ശ്രദ്ധാപൂർവം വേണം. പ്രത്യേകിച്ചും മതസാമുദായിക നേതാക്കളെ ഒരു തരത്തിലും വിമർശിക്കാനോ അല്ലെങ്കിൽ അവരുമായി അകലുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിലപാട്, അത് സംസ്ഥാനത്തു നിന്നല്ല പ്രാദേശിക തലത്തിൽ പോലും മതസാമുദായിക നേതാക്കളുമായി അകലുന്ന ഒരു നടപടിയും പാടില്ല. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നാടിനെ അറിയിക്കാൻ, ജനങ്ങളെ അറിയിക്കാൻ യഥാവിധം കഴിയണം. അതിന് പാർട്ടി ഫോറങ്ങളിൽ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കാൻ, അത് ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ഒപ്പം തന്നെ എങ്ങനെയാണ് ജെൻസി അടക്കമുള്ള, അതായത് വോട്ടില്ലാത്ത ആളുകളെ കൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പാർട്ടിക്ക് കഴിയണം. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. ശബരിമല വിഷയം പ്രതിഫലിച്ചു അടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി പാർട്ടി PBയിൽ പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് CPMന് പ്രതികൂലമായ സാഹചര്യം വരുന്ന, ആ പ്രതികൂലമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു. അത് തിരുത്തിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ രീതിയിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കോട്ടമുണ്ടാക്കും. അത് തിരുത്തി മുന്നോട്ട് പോകാൻ പറയുന്നു. ഇന്ന് PB ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് കണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ പരസ്യപ്പെടുത്താം, PB യോഗത്തിൽ നിന്ന് മാധ്യമങ്ങളോട് പരസ്യപ്പെടുത്താം, അത്തരം കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളോടും പ്രതികരിക്കും. ഡോക്ടർ MA ബേബി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മനീഷാണ് വാർത്ത നൽകിയത്. റോഷിയുണ്ട് നമുക്കൊപ്പം. റോഷി, കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ, നേരത്തെ പല ഘടകങ്ങളും വിലയിരുത്തിയതുപോലെ സംഘടനാ ദൗർബല്യമുണ്ട്. ഈ വിഷയം ഇപ്പോൾ ഗൃഹപ്രവേശനം നടത്തുന്ന സ്ക്വാഡുകൾക്ക് കൂടി ഒരു കുറിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്ന 3 മാസം മുഖം എനിക്ക് തിരിച്ചെത്താൻ കഴിയുക, സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ കഴിയുക, വിവാദങ്ങളിൽ അകപ്പെടാതിരിക്കുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഘടനാ ദൗർബല്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു എന്നുള്ളതാണോ റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ? അങ്ങനെയാണെങ്കിൽ ഈ 3 മാസം ആ ഒരു തെറ്റുതിരുത്തലിന് വേണ്ടിയുള്ള സമയമാണ്. സാധിച്ചാൽ തിരികെ വരാവുന്നതേയുള്ളൂ, തുടരാവുന്നതേയുള്ളൂ 3ാമത്തെ ഊഴം. പക്ഷേ ഈ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ജനങ്ങളിലേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു വേണം ഈ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ എന്നുള്ളതാണോ റിപ്പോർട്ടിൽ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? റോഷിപാൽ. അരുൺകുമാർ, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ പാർട്ടിയുടെ സംഘടനാ ദൗർബല്യം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് പാർട്ടി സംസ്ഥാന സമ്മേളനം അങ്ങനെ നിർദ്ദേശമെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുക, വർഗ ബഹുജന സംഘടനകൾ കൂടുതൽ ഊർജ്ജസ്വലമാകുക, അങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയോ എന്ന് പിന്നീട് പാർട്ടി വിലയിരുത്തുന്നുണ്ടാകും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി തിരിച്ചടി, അതെങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ ഗൃഹസന്ദർശനത്തിലേക്ക് പാർട്ടി എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സാധാരണ വീടുകൾ സന്ദർശിച്ച് ഒരു ലഘുലേഖ കൈമാറി മടങ്ങുന്നതിന് പുറമെ അവിടെ ഇരുന്ന് ആ വീട്ടുകാരുടെ മുഴുവൻ അഭിപ്രായം തേടുക എന്നതാണ് നിർദ്ദേശം. അതിന് കൃത്യമായ മാർഗരേഖ കൂടിയുണ്ട്. ആ വീട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മുഴുവൻ കേൾക്കണം.
ആ പരാതി മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ തിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെ പരാതിയുണ്ട്, ആ പരാതി കേൾക്കുമ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, വിമർശിക്കാനോ തർക്കിക്കാനോ പാടില്ല എന്ന കർശന നിർദ്ദേശം കൂടി പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ നേതാക്കൾ ഉൾപ്പെടെയുള്ള വലിയ സംഘം അത് ഓരോ പ്രദേശങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തുന്നു. അവിടെ നിന്ന് പരാതികൾ കേൾക്കുന്നു. ആ പരാതികൾ കേട്ടുകഴിഞ്ഞാൽ ഫെബ്രുവരി ആദ്യവാരം മുതൽ തന്നെ CPM നേതൃത്വത്തിലുള്ള LDF നേതൃത്വത്തിലുള്ള ജാഥ നടക്കുകയാണ്. അങ്ങനെ ജനങ്ങളിലേക്ക് LDF നേതാക്കൾ ഇറങ്ങുകയാണ്. ഒപ്പം ബജറ്റ് വരുന്നു. അവിടെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീന ശക്തിയായി വീണ്ടും ഇടതുപക്ഷം മാറും. മാത്രവുമല്ല, രാജ്യത്ത് ഏക ഭരണ പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളം മാത്രമാണ്. 5 സംസ്ഥാനങ്ങളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ CPM-ന് പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷം രാജ്യത്തുണ്ടാകണം എന്നതിന്റെ കാര്യം, അതിന്റെ രാഷ്ട്രീയം കൂടി പറഞ്ഞു തന്നെയാകും CPM ജനങ്ങളിലേക്ക് പോവുക. അങ്ങനെ തിരുത്തൽ പ്രക്രിയ നടത്തും. സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഭരണതലത്തിലുള്ള തിരുത്തൽ പ്രക്രിയ ആവശ്യമെങ്കിൽ അതും നടത്തിയാണ് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ജനറൽ സെക്രട്ടറി MA ബേബി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും വിശദമായ യോഗത്തിന് ശേഷം.